ഇപ്പോ എല്ലാ സിനിമയെ എല്ലാവരിലും ഒരു മമ്മൂക്ക ആരാധകനുണ്ട്. അപ്പോ മമ്മൂക്കയുടെ ഇങ്ങനെ ഡേറ്റ് ഇട്ട് അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പുതുതായിട്ട് എന്ത് ചെയ്യിക്കാം എന്നുള്ള ഒരു തോട്ട് അവിടെ എപ്പോഴും റെലവെന്റ് ആണ്. ഇപ്പോൾ അന്വേഷിച്ചതൊക്കെ ഏകദേശം 9 മാസത്തോളം ആലോചിച്ചിട്ടാണ് ഊമ്മയായിട്ട് മമ്മൂക്ക ഇതൊരു വേഷം ചെയ്തിട്ടില്ല, അങ്ങനെ അണ്ണൻ തമ്പി ഉണ്ടാകുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ പുതുമ തേടി പോകുന്ന ഒരു നടനിലേക്ക് സിനിമ എത്തിക്കുമ്പോൾ ഒരു മെയിൻ റിസ്ക് ഫാക്ടർ ആണ് ശരിക്കും. അല്ല, ഇപ്പോഴത്തെ ഒരു ടൈം വെച്ച് നോക്കുമ്പോൾ ഓഡിയൻസ് നമ്മളെല്ലാവരും അത്രമാത്രം ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ അത് എത്ര നേരം അവരെ ബുക്ക് ചെയ്ത് ഇരുത്താൻ പറ്റും എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് നമ്മളൊരു കഥ എഴുതുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഫിലിം മേക്കേഴ്സിനെ പോലെ ഒരുപാട് പേര് സ്വപ്നം കാണുന്നത് പോലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കയെ വെച്ചൊരു പടം ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് എൻ്റെ ആദ്യത്തെ പടം 2012 റിലീസായത്. ഒരു 10 കൊല്ലത്തിന് ശേഷമാണ് ഭൂതകാലം വന്നത്. അപ്പോഴൊക്കെ മമ്മൂക്കയെ വെച്ച് ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ബിഫോർ ദാറ്റ് ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഹാസ് ടു ബി വർത്തി ഓഫ് ഹിസ് ടൈം ടു പോർട്രേ ദാറ്റ് ക്യാരക്ടർ എന്നെല്ലാം. സോ അത് റെഡിയായാൽ മാത്രമേ നമ്മൾ മമ്മൂക്കടുത്ത് പോയിട്ടൊന്ന് ഓക്കെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് ഞാൻ പറയും അത് അപ്പം തന്നെ എക്സൈറ്റ്മെന്റ് കാണിക്കും. അങ്ങനെയാണ് അത് ഫോമായി വന്നത്. നമ്മള് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മള് സിനിമയിലുള്ള സ്റ്റിൽസ് തന്നെയാണ് നമ്മൾ പുറത്ത് പോസ്റ്റേഴ്സ് ആയി വിട്ടത്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ടീമാണ്. അരുണാണ് അത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അരുൺ അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭൂതകാലത്തിലും പുള്ളി തന്നെയാണ് ഡിസൈൻ ചെയ്ത് തന്നെ. സോ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്റൻഷൻ. അത് എത്ര നല്ല രീതിയിൽ അത് പോർട്രേ ചെയ്യാൻ പറ്റും, യുണീക്ക് ആക്കാൻ പറ്റും എന്നുള്ള ഇന്റൻഷനിൽ തന്നെയാണ് വി ട്രൈ ടു ഡിസൈൻ ദാറ്റ്. അത് ക്ലിക്കായി. അത് എനിക്ക് ഫസ്റ്റ് മമ്മൂക്കയുടെ ക്യാരക്ടർ പോസ്റ്റർ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇങ്ങനെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതെന്തായാലും എല്ലാവരും കാത്തിരിക്കും എന്നുള്ള. അങ്ങനെയല്ല, എനിക്ക് ഹൊറർ പൊതുവെ ഇഷ്ടമാണ്, ജോണർ ഇഷ്ടമാണ്. കോമഡി ഫിലിംസും കാണും, റൊമാൻറ്റിക് ഫിലിംസും കാണും, പല ജോണറുള്ള ഫിലിംസും കാണും. പക്ഷെ ഈ അടുത്തായിട്ട് കുറച്ചെന്തോ ഹൊററിലേക്ക് ഇത് അങ്ങനെ വിചാരിക്കും. നിങ്ങൾ ഭൂതകാലം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പേടിക്കും എന്നുള്ളൊരു ഇന്റൻഷനിൽ വരരുത്. ഹൊററിൽ തന്നെ പല സബ് ജോണേഴ്സും ഉണ്ട്. കോമഡി ഹൊറർ ഉണ്ട്, സൈക്കോളജിക്കൽ ഹൊറർ ഉണ്ട്, പാരനോർമൽ ഉണ്ട്, സ്ലാഷർ ഹൊറർ ഉണ്ട്. അപ്പോൾ ഈ പ്രീവിയസ് ഫിലിമിന് ശേഷം ഇനി എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, എന്തൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു എൻ്റെ തോട്ട് പ്രോസസ്. സോ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. നമുക്ക് രാഹുൽ പറഞ്ഞതുമായി ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് കാതലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്വേഷകരുടെ കൂടി കഥ പറയേണ്ട ആവശ്യമുണ്ടോ ഒരു അന്വേഷണത്തിലും എന്നാണ് കണ്ണൂർ സ്കോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ബ്രഹ്മയുഗത്തിലൊരു പുതിയ ഡെഫിനേഷൻ ഓഫ് ഹൊറർ അല്ലെങ്കിൽ ഹൊററിൽ തന്നെ പുതിയൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യാം, അത് മമ്മൂക്കയിലൂടെ ചെയ്യാം. അതായിരുന്നു മമ്മൂക്ക എന്നുള്ള കലാകാരന്റെ എക്സൈറ്റ്മെന്റ്. ഇത് നിങ്ങൾ ഈ പറഞ്ഞതൊന്നും നമ്മൾ യഥാർത്ഥ സിനിമയിൽ ഷൂട്ടിങ്ങിന് മുമ്പ് വിചാരിച്ച കാര്യങ്ങളല്ല. അങ്ങനെ വന്ന് ഭവിച്ചതാണ്. സിനിമയിൽ എന്ത് വന്ന് ഭവിക്കുമെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്കിത് ഇങ്ങനെ സിനിമ വരുമ്പോൾ എന്താണ് അനുഭവവേദ്യമാകുക എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒന്നും പറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം തന്നെയാണ്. പിന്നെ അതിൻ്റെ കാലഘട്ടം, കഥ എല്ലാം സ്വാഭാവികമായിട്ടും തീരുമാനങ്ങളിലെല്ലാം നമുക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല. ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു, അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കസച്ചരട് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാത്തത്. നിങ്ങളൊക്കെ ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞ് നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വളരെ ചുരുങ്ങിയ തരത്തിൽ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വെച്ചത്. പരീക്ഷണങ്ങൾക്ക് എപ്പോഴും ഓപ്പണാണ് മമ്മൂക്ക എന്ന കലാകാരൻ. ഇപ്പോൾ വലിയ അളവിൽ സ്വീകരിക്കപ്പെടാത്ത കയ്യൊപ്പായാലും ശരി, വലിയ അളവിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കാതലായാലും ശരി. അപ്പോൾ ആ വിധത്തിൽ ഇപ്പോൾ തിയേറ്ററിലെ സ്വീകാര്യതയെ പറ്റിയാണ് ഞാൻ കയ്യൊപ്പനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ മമ്മൂക്ക എന്ന താരത്തെ ഒരിക്കലും ആ നടൻ അവിടെ നിൽക്കുമ്പോഴും നടനെ ഹൈജാക്ക് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല.
അതെങ്ങനെയാണ് തുടർന്ന് പോകുന്നത്? ഈ നമ്മുടെ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമ തന്നെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ഈ പ്രത്യേകതരം കഥയോ ആരും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളോ പറയുന്നത് പോലെ തന്നെ പരീക്ഷണമാണ്. എല്ലാവരും കണ്ട് ശീലിച്ച് പഴകിയ ഒരു കഥ പറയുന്നത് അതൊരു പരീക്ഷണമല്ല. സിനിമ തന്നെ ഒരു പരീക്ഷണമായിരിക്കുമ്പോൾ നമ്മൾ പരീക്ഷണ ചിത്രങ്ങളെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്കൊരു വ്യത്യസ്തത എന്നതിനപ്പുറത്തേക്ക് ഞാനതൊന്നും കണ്ടിട്ടില്ല. സാധാരണ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുമ്പോൾ അതിന് ഞാൻ സമ്മതം മൂടുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാ മനഃപൂർവ്വം ചെയ്യുന്നത് പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. പ്രഭയുഗത്തിലെ ക്യാരക്ടർ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ടും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല. അപ്പോൾ അത് മാക്സിമം അതിന് ഔട്ട് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ബാക്കി സ്ക്രീനിൽ എല്ലാവരും കാണുമ്പോൾ അടിപൊളിയായിരുന്നു. ഉണ്ടയിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായില്ല. ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ഞാൻ ക്യാരക്ടർ പറയേണ്ടി വരും, അത് പറയാനുള്ളൂ ഇപ്പോൾ. പക്ഷെ അടിപൊളിയായിരുന്നു, പ്രത്യേകിച്ച് പൊളിയായിരുന്നു. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം കഥയെക്കുറിച്ച് പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പറയുന്നത്. അപ്പോൾ മമ്മൂക്കായിൽ നിന്നുണ്ടായിരുന്ന റിയാക്ഷൻ എന്താണ്? സെയിം ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഫസ്റ്റ് ഞാനൊരു 10-20 മിനിറ്റ്സിലാണ് ഇക്കടുത്ത കഥ പറഞ്ഞത്. സോ ഈ ഫിലിം ഞാൻ ഒരിക്കലും ഒരു കളർ ഫോർമാറ്റിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. സോ കാരണം പീരിയഡ് സെറ്റിംഗ് ആയതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും എല്ലാത്തിനും അത് ഹെൽപ്പ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു ക്ലിയർ സ്കൈ തന്നെ ഇറ്റ്സ് എ ഷെയ്ഡ് ഓഫ് ഗ്രേ. സോ അങ്ങനെയാണ് ഞാൻ മമ്മൂക്കടുത്ത് കഥ പിച്ച് ചെയ്തതും. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഇക്ക ഞാൻ 3 വാക്കേ പറയുന്നുള്ളൂ. മമ്മൂക്ക ഒരു മിസ്റ്ററി ഹൊറർ ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ മമ്മൂക്ക ചോദിച്ചു ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ ചോദിച്ചു. അപ്പോൾ നമ്മളതൊരു ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ആൻഡ് വി ഡിഡ് എ ടെസ്റ്റ് ഷൂട്ട് ആൻഡ് അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് മമ്മൂക്കയ്ക്ക് വന്ന് കാണിച്ചു. അപ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആസ് എ ടീം മനസ്സിലായത്. ഓക്കെ, ദിസ് വിൽ വർക്ക് എന്നുള്ളത്. സോ അത് സപ്പോർട്ട് ചെയ്യാൻ ഐ നീഡ് ടു ഹാവ് എ വെരി ഗുഡ് പ്രൊഡ്യൂസർ. സോ റാം സാറാണ് ഇസ് ദ മാൻ ബിഹൈൻഡ് സപ്പോർട്ടിങ് മൈ വിഷൻ. സോ it's a collective effort. It's a very collective effort. Unfortunately നമ്മുടെ DOP ഇവിടെ എത്താൻ പറ്റിയില്ല. മിസ്റ്റർ ഷഹനാദ് ജലാലാണ് ഇത് ഷൂട്ട് ചെയ്തത്. ദിസ് ഇസ് മൈ സെക്കൻഡ് കൊളാബറേഷൻ വിത്ത്. സോ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു. ഈ ഹൊറർ മിസ്റ്ററി വരുന്ന അത് കേരളത്തിൽ മലയാള സിനിമയിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു അദർഭവും മനുഷ്യത്വത്താകെ നിൽക്കുന്ന തരത്തിലേക്കാണ്. ട്രെയിലർ കാണുന്നത് ഒരു ഗെറ്റ് ഔട്ടൊക്കെ ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഗെറ്റ് ഔട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ആണോ? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഫിലിം ഒരു ഇംഗ്ലീഷ് ഫിലിം കുറച്ച് കാലം മുമ്പ് ഇറങ്ങി. ഈ ട്രെയിലർ കണ്ടപ്പോൾ അല്ല അങ്ങനത്തെ ഒരു പടമല്ല. അപ്പം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഹൊററിന്റെ ഒരു ഇത് ബ്യൂട്ടി ടു ഇറ്റ്. അറ്റ് ദ സെയിം ടൈം പ്ലോട്ട് വിൽ ബി ഒരു പേസിംഗ് ഉണ്ട്. ഇത്തരം സിനിമകൾക്ക് ഒരു പേസിംഗ് ഉണ്ട്. ഇത്തരം സിനിമകൾക്ക് അതിൻ്റെ പ്ലോട്ട്സും ക്യാരക്ടറിലുമാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇതുമാതിരി ഒരു ഫോർമുല നിങ്ങൾക്ക് കാണാം. അതിന്ന് യുണീക്കായിട്ട് ഒരു നറേറ്റീവ് സെറ്റ് ചെയ്ത് എങ്ങനെ വ്യത്യസ്തമായി പറയാമെന്നായിരുന്നു നമ്മൾ ട്രൈ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഗെറ്റ് ഔട്ട് എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് മേ ബി ട്രെയിലറിലൊക്കെ നിങ്ങൾക്ക് കണ്ടു, പക്ഷെ കഥ അങ്ങനത്തെ അല്ല, വേറെ ടോട്ടലി ഡിഫറെൻറ്റ് കഥയാണ്. ഇപ്പോ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ മമ്മൂക്കയുടെ ഒരു ഇരിപ്പായിരുന്നു ഫസ്റ്റ് ലുക്കായി വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ സമാനമായിട്ട് ഭീഷ്മപർവത്തിൽ ഇതുമായിട്ട് ഏറെക്കുറെയൊക്കെ സാമ്യമുള്ള ഒരു ഇരിപ്പായിരുന്നു ഭീഷ്മപർവത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. അപ്പൊ
അപ്പോൾ ഒരേ വിധത്തിലുള്ളൊരു ശരീരഭാഷയാണ് ഒരാളോട് പിന്നെയും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ ഭീഷ്മയ്ക്കുള്ള ഒരു മാസും ഇതിനകത്ത് വരുന്ന ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു ചിരിയുണ്ട്. ഇതൊക്കെ ഫീഡിൽ തന്നെ നമുക്ക് പറഞ്ഞിട്ട് അത് വരുന്നതാണ്. നമ്മളത് ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ ആ ദിവസം എടുത്തതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ സ്റ്റില്. സോ അത് അരുണാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. ബട്ട് വി ഓൾ ഹാഡ് ദിസ് ഐഡിയ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വന്നു, കുറേ സ്റ്റിൽസ്, കുറേ പോസ്റ്റേഴ്സ് തന്നു, അതെടുത്തു. അതിൽ ദ ബെസ്റ്റ് വൺ വി ചോസ്, അതാണ് പോസ്റ്ററായിട്ട് കാണുന്നത്. അങ്ങനെയല്ലേ? ഭീഷ്മയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓർമ്മയുണ്ടോ? എങ്ങനെയായിരിക്കുന്നു? അങ്ങനെയാണ് ഇരിക്കുന്നത്? അല്ല, ഭീഷ്മയിൽ ഇങ്ങനെയാണ്. അപ്പൊ സെയിം ബോഡി ലാംഗ്വേജ് ആയിരുന്നു. എന്നെ ചതിക്കരുത്, ഞാൻ എപ്പോഴും ഈ നമുക്ക് കുറെ ഇൻഫ്ലുവൻസുകൾ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല, കാലം ഇതല്ലോ. അല്ല, അപ്പൊ പറഞ്ഞ കേട്ടതും കണ്ടതും അല്ലെങ്കിൽ വായിച്ചൊന്നും പറ്റൂല. എന്ത് കാണാൻ? കാലം നമ്മൾ കാണുന്ന, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനും ഇൻഫറൻസും ഒന്നുമില്ല, സങ്കല്പം മാത്രമേ ഉള്ളൂ. ശൂന്യാകാശത്ത് നിന്ന് പിടിച്ചെടുക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളൂ. എഫർട്ട് എടുത്തുകൊണ്ട് സിനിമ കാണാം. എന്നെ അത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ ആ ചോദ്യം ഡയറക്ടറോട് അത് ഞങ്ങൾ കുറച്ച് ഷോർട്സ് അതിനു വേണ്ടി ടീസറിനും ട്രെയിലറിനും വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. അത് നിങ്ങൾ സിനിമ എന്തായാലും 2 ദിവസത്തിൽ കാണുമ്പോൾ അറിയാം എന്തൊക്കെ. അത് മമ്മൂക്ക തന്നെ ചെയ്തതാണ്. ഞാനൊരു ഐഡിയ പറഞ്ഞു, മമ്മൂക്ക ഇക്കട രീതിയിൽ അത് ചെയ്തു. പക്ഷെ അത് അടിപൊളിയായി വന്നു. അത് ടീസറിൽ ഞങ്ങൾ ചെയ്തു, ട്രെയിലറിലും അങ്ങനത്തെ ഒരു സാധനം ടുവേഴ്സ് ദി എൻഡ് ഒരു ഷോട്ട് അങ്ങനെ പ്ലേസ് ചെയ്തു. സോ ഇപ്പോ ട്രെയിലർ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ ചിരി ഇറ്റ്സ് പോർട്രേയിങ് സം കൈൻഡ് ഓഫ് മാഡ്നസ് എന്ന് പറയാം. അപ്പോൾ മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അവർ ചിരിക്കുന്നതും അവർ കരയുന്നതും അങ്ങനെ ഒരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ട്രെയിലർ നമുക്ക് കട്ട് ചെയ്യാം ഈ ചിരി വെച്ചുകൊണ്ട്, ആൻഡ് ദെൻ വിൽ ടാഗ് ഇറ്റ് ആസ് ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെയാണത്. ദാറ്റ് വാസ് ദി ഐഡിയ ആക്ച്വലി. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. ബാലശാസ്താവിനെ ഉപവസിക്കുന്ന ഒരു കുഞ്ചവൻ പോറ്റി എന്ന ഒരു ഫേമസ് ആയ ഒരു കഥാപാത്രമുണ്ട്. അപ്പൊ അതുമായിട്ട് ബ്രഹ്മയുഗത്തിനുള്ള സാമ്യങ്ങൾ ഇല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ഫിലിമിലൊന്നും പറയുന്നില്ല. ഇത് ടോട്ടലി ഫിക്ഷണൽ സ്പേസിൽ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന ഒരു കഥയാണ്. കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ്. പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു, കുഞ്ഞമ്മൻ എന്നൊക്കെ പറഞ്ഞു. അതായിരിക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തത്. അപ്പൊ പക്ഷെ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് ടി ഡി സാറുമാരി ഒരു സാറിന്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ കഥ എഴുതുന്നത്. സോ ഐ നീഡഡ് എ സപ്പോർട്ട്. അങ്ങനെയാണ് ടി ഡി സാർ ഇതിൽ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നതും. സോ ഇറ്റ്സ് എ ടോട്ടലി ഫിക്ഷണൽ. ആരുടെ ലൈഫ് സ്റ്റോറിയോ ഏത് ഫാമിലിയെയോ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറി. നമുക്ക് ഇപ്പം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പറയുണ്ടായി എന്താണ്, മമ്മൂക്കയുടെ ചിത്രങ്ങള് പ്രേക്ഷകര് 2 കൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് വന്നു.
അപ്പം പക്ഷെ പ്രേക്ഷകർക്ക് അറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയാം എന്താണ്, ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞതേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്കൊരു സൂചിച്ചു. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് എന്ത് സിനിമയിൽ നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രമാണ്. എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും, വഴിയിൽ കിട്ടുപോയി കളയും. അമൽക്ക, ഇപ്പോ ഇതൊരു ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കഥാപരിസരമാണ് ഇവിടെ. ഇപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന വാക്കുകളോ ഒന്നും ഡയലോഗുകളോ ഒന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. ഡയലോഗുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ ഇത് എത്ര തവണ നമ്മൾ സ്വയം നമ്മളെ റെസ്ട്രിക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ പെർഫോമൻസിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം എത്രത്തോളം ഉണ്ടായിരുന്നു പ്രയോഗത്തിൽ? ഇത് ഒരു സങ്കല്പത്തിലുള്ള ഒരു കഥാപാത്രമാണല്ലോ. ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമാജിനേഷൻ പോലെയാണ്. ഇപ്പം അറിയില്ല, അങ്ങനെ ഒരു പറയാൻ പറ്റില്ല. അതാണ് കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കണ്ടു നോക്കി 2 ദിവസം കഴിഞ്ഞ് പറയാം. ഈ പ്രസ് മീറ്റിന്റെ പ്രത്യേകതയാണ് നമുക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, അവിടെ നിന്നും പറയാനും പറ്റുന്നില്ല. നിങ്ങൾ ഈ കണ്ട ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് ഈ പറയുന്നത്. അല്ല, അങ്ങനെയാണ്. ഏകദേശം 30 മിനിറ്റായി ചോദിക്കുന്നു, ഒന്നും ചോദിക്കില്ലെന്ന് പറയാം. സിനിമയെ കുറിച്ച് കൂടുതലും ചോദിച്ചത് നിങ്ങളല്ലേ? അല്ല, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വേണം കേട്ടോ നമുക്ക്. എന്നാലും എനിക്ക് കുറച്ച് ചോദിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ വേണം? ഇന്നല്ല, ഈ റിലീസ് കഴിഞ്ഞിട്ട്. റിലീസ് കഴിഞ്ഞിട്ട് അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സിനിമ കണ്ടതിന് ശേഷം ചോദിക്കാനും പറ്റും. സിനിമ കണ്ടതിന് ശേഷമല്ലേ? ആ, കണ്ടു കാണും, എന്നിട്ട് അപ്പൊ അങ്ങനെ ഉണ്ടാകും. ശരി.